ഹാർദിക് ഇറങ്ങാത്തോണ്ടായിരിക്കില്ല അല്ലേ തോറ്റിട്ടുണ്ടാവുക. അത് ഇന്നലെ ഹാർദിക് ഉണ്ടായിരുന്നില്ല, പുള്ളിക്ക് എന്തോ ഒരു ഇൽനെസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. സൂര്യകുമാറാണ് മുംബൈനെ നയിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ടോസ് നേടിയിട്ട് പക്ഷെ ബോളിംഗ് തിരഞ്ഞെടുക്കാനായിട്ട് അക്ഷർ എടുത്ത തീരുമാനം മോശമൊന്നായിരുന്നില്ല. ഒരു സ്പിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചിൽ കുറച്ചുകൂടി സ്ലോ ആയിരുന്നു പിച്ച്. ബാറ്റിംഗ് ഫ്രണ്ട്ലി തന്നെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടി സ്ലോ ആയിരുന്നു ആ ഒരു പിച്ചിൽ. 3 സ്പിന്നർമാർ ടീമിലുള്ള ഡൽഹിക്ക് ആ ഒരു തീരുമാനം കുറച്ചുകൂടി ഒരു ഈസിയർ ആയിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ബോളിങ്ങിൽ കുറെ കൂടി വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ അക്ഷർ പട്ടേലിന്. തൻ്റെ ബോളിങ്ങിൽ മാത്രമല്ല, തൻ്റെ ടീമിലുള്ള ബാക്കിയുള്ളവരാണെങ്കിലും. അതായത് ഈ ഒരു ബോളിംഗ് നിരയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പേസ് ബോളേഴ്സ് ഉണ്ട്, പക്ഷെ അവിടെ കൂടുതൽ നല്ല 140 150 പ്ലസ് ബോൾ എറിയുന്ന പേസ് ബോളേഴ്സ് അല്ല. അവിടെ കൂടുതലും T20 പറ്റിയ വേരിയേഷൻസ് കൂടുതലുള്ള ബോളേഴ്സാണ് അവിടെ ഉള്ളത്. എങ്കിഡി ആണെങ്കിലും മുകേഷ് കുമാർ ആണെങ്കിലും നടരാജൻ ആണെങ്കിലും യോർക്കറുകളും സ്ലോ ബോളുകളും സ്ലോ ബോൾ ബൗൺസറുകളും കട്ടറുകളും ഒക്കെ എറിഞ്ഞിട്ട് ബാറ്റ്സ്മാൻമാരെ കൂടുതലും അൺകംഫർട്ടബിൾ ആക്കുന്ന തരത്തിലുള്ള പേസ് ബോളർമാരാണ് അവരുടെ നിരയിൽ കൂടുതലുള്ളത്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിലും വേരിയേഷൻ ഉണ്ട്. ലെഫ്റ്റ് ആം സ്പിന്നർ ഉണ്ട്, അതുപോലെ തന്നെ ലെഗ് സ്പിന്നർ ഉണ്ട്, ഇനി ചൈനമാൻ ബോളർ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ട്രോങ് ബോളിംഗ് ലൈനപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് ഡൽഹി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ കളിയിൽ മുംബൈയുടെ ഓപ്പണർമാരെ അടിച്ച് തകർത്തിട്ട് നല്ലൊരു സ്റ്റാർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ റിക്കൾട്ടന് അതുപോലെ കളിക്കാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന പോലെയാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുന്നത് കണ്ടു. നമ്മുടെ മുകേഷ് കുമാർ ബോളിംഗ് ചേഞ്ച് ആയിട്ട് വന്നിട്ട് മുകേഷ് കുമാറിൻ്റെ ഓവറിലാണ് റിക്കൾട്ടൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്ന തിലകാണെന്നുണ്ടെങ്കിൽ ഈ കളിയിൽ നിരാശപ്പെടുത്തി അധികം റണ്ണൊന്നും എടുക്കാതെ രണ്ടാമത്തെ ബോളിൽ തന്നെ തിലകിൻ്റെ വിക്കറ്റ് നഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് മുകേഷ് കുമാറിനാണ്. നല്ലൊരു കിഡിലൻ ക്യാച്ച് എടുത്തിട്ടാണ്, റിട്ടേൺ ക്യാച്ച് എടുത്തിട്ടാണ് തിലകിൻ്റെ വിക്കറ്റ് നഷ്ടമായിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വന്ന സൂര്യകുമാറും അതുപോലെ തന്നെ നമ്മുടെ രോഹിത് ശർമ്മയും കൂടിയിട്ട് കുറച്ചൊന്നൊരു സ്റ്റെബിലിറ്റി ആയിട്ട് ടീമിൻ്റെ സ്കോർ ഉയർത്താനായിട്ട് നോക്കി. അതായത് രണ്ടുപേരും സ്പിൻ അത്യാവശ്യം നന്നായി കളിക്കുന്ന പ്ലെയേഴ്സുമാണ്, കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഒരു മെച്ചുവേർഡ് ഇന്നിങ്സ് അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടു. ഒന്ന് താളം പിടിച്ച് വരികയായിരുന്നു, ഒരു 50 റൺ പാർട്ട്ണർഷിപ്പൊക്കെ ആയിട്ട് വരികയായിരുന്നു. പക്ഷെ അപ്പോഴേ തന്നെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമാവുന്ന കണ്ടു. സ്പിന്നിൽ തന്നെയാണ് നഷ്ടമായിട്ടുണ്ടായിരുന്നത്. അക്ഷർ പട്ടേലാണ് വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് സൂര്യകുമാർ 50 അടിച്ചു. റദർഫോർഡിന് കാര്യമായിട്ടൊന്നും റൺ എടുക്കാനായിട്ട് പറ്റിയില്ല. സാന്റ്നറും ബോഷും കൂടിയിട്ട് ലാസ്റ്റ് ഒന്നൊരു അടിച്ച അവസാന ഓവറിൽ 2 4 അടിച്ചിട്ടാണ് ഈ സ്കോർ 162 എന്നുള്ള രീതിയിലേക്ക് പോയത്. പക്ഷേ ഇന്ന് അവർ ശരിക്കും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ മിസ് ചെയ്തിട്ടുണ്ടാവും. വേറെ ഒന്നുമില്ല, ഒരു അഡീഷണൽ ബാറ്ററായിട്ട്, ബോളറായിട്ടില്ലെങ്കിൽ പോലും ഒരു അഡീഷണൽ ബാറ്ററായിട്ട്, ഒരു ഫിനിഷർ എന്ന റോളിൽ ഒരാളവിടെ അത്യാവശ്യമായിരുന്നു. ആ ഒരു സ്കോർ ആ ഒരു 162 എന്നുള്ള നിലയിൽ നിന്ന് ഒരു 10-15 റണ്ണോ എക്സ്ട്രാ ആയിട്ട് നേടാനായിട്ട് എന്തായാലും അവർക്ക് ഒരാൾ വേണമായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് കണ്ടെത്താനായിട്ട് പറ്റില്ല. നമന്തിറൊക്കെ നല്ല കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും. ഇനി ബോളിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ കുൽദീപിന് മാത്രമാണ് ഒന്ന് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുണ്ടെന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ബോളർമാരെല്ലാവരും വളരെ കുറച്ച് എക്കണോമി റേറ്റിൽ നല്ല രീതിയിൽ ബോൾ എറിയുന്നതായിട്ട് കണ്ടു. മുകേഷ് കുമാറിന് 2 വിക്കറ്റ് കിട്ടി. മുകേഷ് കുമാറിന് മാത്രമല്ല, കുൽദീപ് വെച്ച് ബാക്കി എല്ലാവർക്കും എറിഞ്ഞവർക്ക് എല്ലാവർക്കും വിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. നടരാജനൊക്കെ ലാസ്റ്റൊക്കെ നല്ല രീതിയിൽ ബോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് അവരുടെ കോൺഫിഡൻസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ മുംബൈനെ അവർക്ക് 162 റൺസിൽ ഒതുക്കി നിർത്താനായിട്ട് പറ്റി. ഇനി സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങിയപ്പോൾ കഴിഞ്ഞ കളിയുടെ വെറും തനി ആവർത്തനം തന്നെയായിരുന്നു. അതേ സ്ക്രിപ്റ്റ് തന്നെ. ആദ്യം കുറച്ച് വിക്കറ്റുകൾ പോകുന്നു, സമീർ റസ്വി ആയിരുന്നു ടീമിനെ രക്ഷിക്കുന്നത്. അത് തന്നെയാണ് ഇന്നും കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് സെക്കൻഡ് ഇന്നിങ്സ് സ്റ്റാർട്ട് ചെയ്തു, ഡൽഹിക്ക് വീണ്ടും തുടക്കത്തിൽ 2 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. നിതീഷ് റാണയും കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്തില്ല. KL രാഹുലും കഴിഞ്ഞ കളിയിൽ ഡക്കായിരുന്നു. ഈ കളിയിൽ അത് മെച്ചപ്പെട്ടിട്ടുണ്ട്, 1 റൺ എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ വിക്കറ്റും പോയി. അതിനുശേഷമാണ് പത്ത് നിസംഗിയും അതുപോലെ തന്നെ സമീർ റസ്വിയും ചേർന്നിട്ടുള്ള പാർട്ട്ണർഷിപ്പ് തുടക്കാവുന്നത്. അവിടെ ഒരു 50 റൺ പാർട്ട്ണർഷിപ്പ് പത്ത് നിസംഗയുടെ കൂടെ റസ്വി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പത്ത് നിസംഗ നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. 50 അടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം നിസംഗയ്ക്ക് എന്തായാലും ഉണ്ടാവും. IPL ആദ്യത്തെ ഒരു 50 നേടാന്നുള്ളൊരു ഇതിനി അടുത്തൊരു മത്സരത്തിലേക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കും. പക്ഷേ അതിനുശേഷമാണ് റിസ്വി അഴിഞ്ഞ അടി കളിക്കുന്നത് നമ്മൾ കണ്ടത്. 6ഉം 4ഉം തലങ്ങും വിലങ്ങും ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു. എറിയുന്നവർക്ക് എല്ലാവർക്കും അടിയിട്ടുണ്ടായിരുന്നു, ബുംറയ്ക്ക് ഒഴികെ. ബുംറ പിന്നെ നമുക്കറിയാമല്ലോ, ബുംറ 6ൽ താഴെ എക്കണോമിയിലാണ് ഈ കളിയിലും ബോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ബുംറ അത് ഡെലിവറി ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ വിക്കറ്റ് ബുംറയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു മുംബൈ തോൽക്കാനായിട്ടുള്ള ഒരു മെയിൻ കാരണം. നിസംഗ പോയതിനു ശേഷം മില്ലർ വന്നിട്ടുണ്ടായിരുന്നു. നിസംഗയുടെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് സാന്റ്നർ ആയതുകൊണ്ട് തന്നെ ഒരു ലെഫ്റ്റ് ആം സ്പിന്നർ ഉള്ളതുകൊണ്ട് സ്റ്റബ്സിന് പകരം ഇപ്രാവശ്യം ഡേവിഡ് മില്ലറിനെ ഇറക്കാനാണ് ഡൽഹി തീരുമാനിച്ചത്. അപ്പോൾ അവർ രണ്ടുപേരും ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ട്ണർഷിപ്പിൽ കളിക്കുന്ന വിചാരിച്ചു. പക്ഷേ ആ പാർട്ട്ണർഷിപ്പിൽ സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് റിസ്വിയാണ്. ആ 50 റൺ പാർട്ട്ണർഷിപ്പ് വന്നപ്പോൾ നമ്മൾ TV ആ ഒരു സ്കോർ ബോർഡ് അത് കണ്ടായിരുന്നു. അതായത് ബാറ്റ്സ്മാൻമാരുടെ കോൺട്രിബ്യൂഷൻ കാണിക്കുമല്ലോ, അതിൽ ഒരേ ഒരു റണ്ണ് മാത്രമാണ് മില്ലറിന് ഉണ്ടായിരുന്നത്. ബാക്കിയെല്ലാം അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് സമീർ റസ്വിയാണ്. അങ്ങനെ 51 ബോളിൽ 7 4ഉം 7 6ഉം അടിച്ചിട്ട് 90 റൺസാണ് റസ്വി എടുത്തത്. സെഞ്ചുറിയുടെ തൊട്ടരികിൽ അദ്ദേഹത്തിന് ആ ഒരു വിക്കറ്റ് നഷ്ടമായെങ്കിലും ടീമിന് ഓൾമോസ്റ്റ് അവർ ജയിച്ചിട്ടുണ്ടായിരുന്നു. റസ്വി ഔട്ട് ആവുന്ന സമയത്ത് 22 ബോളിൽ 12 റണ്ണോ മറ്റാണ് എടുക്കേണ്ടിയിരുന്നുള്ളൂ ഡൽഹിക്ക്.
അങ്ങനെ വീണ്ടും ഒരു റിസ്ക് ഇഷ്യൂ. അവർ ആ ഒരു ബാറ്റിംഗ് മിഡിൽ ഓർഡറിൽ സ്ഥിരയാർന്ന പ്രകടനത്തിലുള്ള ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ റിസ്വി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്പർ 4 ഇനി അവർക്ക് വേറെ ആരെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. 160 റൺസ് എടുത്തുകൊണ്ട് ഓറഞ്ച് ക്യാപ്പ് ഇപ്പോൾ റിസ്വിക്കാണ് ഉള്ളത്. ആദ്യത്തെ 2 കളിയും ഇപ്പോൾ ഡൽഹി ജയിച്ചിട്ടുണ്ട്. മുംബൈക്കാണെങ്കിൽ ആദ്യത്തെ കളി ജയിച്ചു. ഈ കളിയിൽ അവരുടെ ബാറ്റ്സ്മാൻമാരൊന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടു. ബോളിങ്ങിലായാലും അവർക്ക് കാര്യമായിട്ട് ആ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു വിജയം നഷ്ടമായത്. കളിച്ച 2 കളിയിലും പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടാണ് റിസ്വി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ റിസ്വിക്ക് ഇതേ പ്രകടനം തന്നെ തുടർന്നിട്ട് ആ ഓറഞ്ച് ക്യാപ്പ് സീസൺ അവസാനിക്കുമ്പോഴും തൻ്റെ തലയിൽ തന്നെ വെക്കാനായിട്ട് പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ.